Why Jimny? ഈ ഒരു ചോദ്യം കേൾക്കാത്ത ജിംനി യൂസേഴ്സ് ഉണ്ടാവില്ല, പ്രത്യേകിച്ചും ഇന്ത്യയിൽ. എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് 2019 പോവാം. എൻ്റെ മൊബൈലിൽ 2019 ഞാൻ മാരുതി സുസുക്കിക്ക് അയച്ചൊരു ഇമെയിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു ജിംനിയോടുള്ള ഇഷ്ടം എന്ന് തുടങ്ങിയതാണെന്നുള്ളത്. ഈ ഒരു ഇമെയിൽ ഫോർവേഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ബിസിനസ് പറഞ്ഞാൽ ഖത്തറിലായിരുന്നു. ഫോർത്ത് ജനറേഷൻ ജിംനി ഇറങ്ങിയത് 2018 അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ തന്നെ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻ്റർനെറ്റിലൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു മോഡലായിരുന്നു. അപ്പോൾ 2019 ഖത്തറിൽ നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ ഞാനൊരു ജിംനി കണ്ടു. 3 ഡോറാണ് ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഇൻറ്റീരിയറും എല്ലാം ഭയങ്കര ഇഷ്ടമായി. ആ കസ്റ്റമർക്ക് എൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് അത് നമുക്ക് തരണമെന്നുണ്ട്. അപ്പോൾ ബ്രദേഴ്സ് പറഞ്ഞു അത് ചെറിയ കാറാണ്, അത് വേണ്ടടാ. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വാങ്ങിച്ചൊരു കാർ എന്ന് പറഞ്ഞാൽ FJ ക്രൂയിസർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വണ്ടിയാണ്. ആ ഒരു കാറിനോട് ഞാൻ ജിംനീനെ കമ്പയർ ചെയ്യും. കാരണം അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ആണെങ്കിലും അതിൻ്റെ ഒരു പേർപ്പസ് ആണെങ്കിലും എല്ലാം ജിംനിയുമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. കാരണം അത് ഓഫ് റോഡ് ഓൺ റോഡിന് പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ വെഹിക്കിളായിരുന്നു FJ ക്രൂയിസർ. ഞാനൊരു ഷോർട്ട് ഫിലിമിൽ FJ ക്രൂയിസറൊക്കെ ഒരു ആക്സിഡൻറ്റ് സീനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഖത്തറിലുള്ള ടൈമിൽ വേറെ ജിംനികൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതവിടെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തതല്ല, വേറെ നാട്ടിൽ നിന്ന് ഖത്തറിലോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് ഒരു പ്രാവശ്യം ഞങ്ങൾ ഈ FJ ക്രൂയിസറിൽ ഡ്യൂൺസിൽ പോയപ്പോൾ ഞാനും ബ്രദേഴ്സും ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞൻ കാറുണ്ട്, സ്പീഡിൽ കയറി പോകുന്നത്. ഓൺ റോഡിനേക്കാൾ ഓഫ് റോഡിലാണ് ഈ ജിംനിയുടെ ഒരു പവർ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അത്രയും ഡ്യൂൺസിലൊക്കെ ചീറിപ്പായുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ബ്രദേഴ്സും ഇംപ്രസ്ഡായി. അപ്പോൾ ഞാൻ ഈ ജിംനിയോടുള്ള ഇൻട്രസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ ഈ ഒരു കാർ കിട്ടുകയാണെങ്കിൽ ബെസ്റ്റാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഖത്തറിലേക്കാണെങ്കിൽ നമുക്ക് ഏത് കാറും കിട്ടും, ഏത് ടൈപ്പിലും ഈ ഒരു ഓഫ് റോഡ് ഓൺ റോഡ് പേർപ്പസിനുള്ള കാറുകൾ കിട്ടും. പക്ഷേ നാട്ടിൽ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു കാറ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് അല്ലേ. പിന്നെ നമ്മുടെ ഇന്ത്യൻ മെയ്ഡാണ്, അത്രയും ഒരു ക്യൂട്ട് ലുക്കിംഗ് ആണ്. ഒരു G-Wagonൻ്റെ ഒക്കെ ഒരു ബോക്സി ടൈപ്പുള്ള ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നാട്ടിൽ ഈ ഒരു ജിംനി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ ഒഫീഷ്യലി ഇന്ത്യയിലോട്ട് എന്ന് ലോഞ്ച് ആവുന്നുള്ളൊരു ഇൻഫർമേഷനൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു സുസുക്കിക്ക് ഇമെയിൽ ചെയ്തത്. എന്നാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അതിന് ആ ഒരു റിപ്ലൈ പറഞ്ഞത് ഇന്ത്യയിൽ എന്ന് ലോഞ്ച് ആവുന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ഒന്നുമില്ല, പക്ഷേ കീപ്പ് ഫോളോയിങ് ദം, അവരുടെ സോഷ്യൽ മീഡിയ ചാനൽസൊക്കെ ഫോളോ ചെയ്യുക, അപ്പോൾ അതിൽ അപ്ഡേറ്റ്സ് വരും എന്നുള്ളൊരു ഇൻഫർമേഷൻ അവർ തന്നു. അറ്റ് ലാസ്റ്റ് 2023 നമ്മുടെ ഇന്ത്യയിൽ ജിംനി ലോഞ്ചായി. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല. ബുക്കിങ്ങിൻ്റെ ഒരു ടൈം വന്നപ്പോൾ 25,000 കൊടുത്ത് ബുക്ക് ചെയ്തിട്ടു. ബ്ലാക്ക് കളർ തന്നെ നോക്കിയിട്ട് ബുക്ക് ചെയ്തിട്ടു. പക്ഷേ ഞെട്ടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നത്. കാരണം ഇതിൻ്റെ ടോപ്പ് മോഡലിന് ഏകദേശം ഒരു 18 to 19 lakhs ആണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്. ഈ ജിംനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു കാറാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഇതുവരെ സുസുക്കിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തൽക്കാലം ഇത് വേണ്ട, ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആ 25,000 പിന്നീട് തിരിച്ച് വാങ്ങിച്ചു കേട്ടോ. പിന്നീട് ഞാൻ ഇതിൻ്റെ റിവ്യൂസ് എല്ലാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ വീഡിയോസ് ഇരുന്ന് കാണും. ഇത്രയും വേൾഡ് വൈഡ് ഹിറ്റായിട്ടുള്ള ഒരു ജിംനി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഫെയിൽ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു ഇനീഷ്യൽ പ്രൈസിംഗ് ആണ്. ഷെവർലയുടെ സെയിൽ യുവയാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്ന കാറ്. അപ്പോൾ അതിൽ നിന്നൊരു അപ്ഡേഷൻ, കാരണം എനിക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് റിസോർട്ട് പ്രൊമോഷൻ, അതുപോലെ ഓഫ് റോഡ് പോകേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൺ റോഡ് ഓഫ് റോഡ് പേർപ്പസിന് ഒരു കാറ് വേണം എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും SUV, കുറച്ചൊരു ഹൈറ്റുള്ളതെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു SUV എടുക്കണം എന്ന് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നെക്സയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് നിധി എന്ന് പറഞ്ഞ ആൾ വിളിക്കുന്നത്. അവൻ പറഞ്ഞു ജിംനിക്ക് കുറച്ച് ഓഫേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, ഏകദേശം ഒരു 3.5 ലക്ഷത്തോളം ഓഫർ വരും, ഒന്ന് ബുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. ഈ ഓഫേഴ്സ് ഉള്ളതാണെങ്കിൽ ഇനി ബുക്ക് ചെയ്തോ, ഞാൻ എന്തായാലും എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനാണത് ബുക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായത് എനിക്ക് ഇതിൽ ടോപ്പ് മോഡൽ തന്നെ വേണം, ബ്ലാക്ക് കളറും വേണം, ഓട്ടോമാറ്റിക് വേണം. അപ്പോൾ അവൻ പറഞ്ഞു ബ്ലാക്ക് കളർ സ്റ്റോക്കില്ല, ഒരാൾ ഓൾറെഡി ബുക്ക്ഡ് ആണ്, അത് ക്യാൻസൽ ആവുകയാണെങ്കിൽ നമുക്ക് അലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ക്യാൻസലായി, അത് അലോട്ട് ചെയ്തു. ആ പറഞ്ഞ ഡേറ്റിന് തന്നെ അവർ നമുക്ക് ജിംനി തന്നു.
അങ്ങനെ ഏകദേശം ഒരു 3.5 ലക്ഷത്തിനടുത്ത് ഓഫറിലാണ് ഈ ഒരു ജിംനി എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ ആഡ് ചെയ്യേണ്ട ആക്സറീസ്, ഇതിൽ ഇൻറ്റീരിയർ ആണെങ്കിലും ഇതിൻ്റെ എക്സ്റ്റീരിയറിലാണെങ്കിലും ആഡ് ചെയ്യേണ്ട ആക്സറീസ്, അതുപോലെ തന്നെ ഈ ഒരു ജിംനി ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ടൈമിൽ ഇതിൻ്റെ ലുക്ക് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ 2 മാറ്റങ്ങൾ ചെയ്തിട്ടാണ് ഈ ജിംനി റോഡിലോട്ട് ഇറക്കിയത്. അത് ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവരോട് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ന ചേഞ്ചസ് വേണം. അവരത് ചെയ്തു തന്നു. ഇതിൻ്റെ ലുക്ക് എൻ്റയർലി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ, അതുപോലെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ യൂട്യൂബ് ചാനലുണ്ടാവും, ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഉണ്ടാവും. സോ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ നിസ് ടു മീറ്റ് യു.